നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് കോട്ട സംഭവം സമഗ്ര അന്വേഷണം വേണമെന്ന് CPM, CBI അന്വേഷിക്കണമെന്ന് BJP. കാസർഗോഡ് കോട്ട സംരക്ഷിക്കണമെന്ന് ആവശ്യം CPM കോട്ടയിലേക്ക് മാർച്ച് നടത്തി. പരിചരണം വൈകിയെന്ന് പരാതി. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിനു നേരെ രോഗിയുടെ പരിചാരകന്റെ മർദ്ദനം. പാഠപുസ്തക വിതരണം നീളുന്നു. സൗജന്യ പാഠപുസ്തകവുമായി SFI. മഞ്ചേശ്വരത്ത് മരം കടപുഴകി വീണു. ഒഴിവായത് വൻ ദുരന്തം. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ആക്ഷേപം. പെൻഷനേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിന്. വിശദമായ വാർത്തകളിലേക്ക്. കോട്ട കത്തുന്നു. കാസർഗോഡ് കോട്ട വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് CPM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്. 2010 ജില്ലാ കളക്ടർ രജിസ്റ്റർ ചെയ്ത ആധാരം റദ്ദാക്കി 2013 TO സൂരജ് പുതിയ ആധാരം ഇറക്കുകയായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ പറഞ്ഞു. കോട്ട നാടിന്റെ പൊതുസ്വത്താണെന്നും അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈവശം വെക്കാനുള്ളതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ട പൈതൃക സ്വത്തായി സംരക്ഷിക്കാൻ പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തെ ഏൽപ്പിക്കണം. ഇതിൽ കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് നാടിന്റെ ഒരു പൊതുസ്വത്താണ്, നമ്മുടെ ഒരു പൈതൃക സ്വത്താണ്. ഇത് സ്വകാര്യ വ്യക്തികൾ കൈയെടുക്കാനുള്ള നീക്കത്തിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഈ കാര്യം റവന്യൂ മന്ത്രിയോട് നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ടെലിഫോൺ മുഖേന. അതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ ഉപനേതാവിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അടിയന്തരമായി ഈ കാര്യത്തെക്കുറിച്ച് ഒരു സമഗ്ര അന്വേഷണം നടത്തണം. ഇത് റവന്യൂ കമ്മീഷണർ സൂരജ് IAS ഒറ്റക്കന്നെ ചെയ്തതാണ്, പല സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചടക്കം സമഗ്രമായ അന്വേഷണം സർക്കാർ നടത്തണം. യാതൊരു കയ്യേറ്റവും വരാതെ നിലയിൽ കാസർഗോഡ് കോട്ട സംരക്ഷിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം. പുരാവസ്തു വകുപ്പിനെ കൊണ്ട് സംരക്ഷിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക സ്വത്ത് സംരക്ഷിക്കാനാവണം. ഈ കാര്യത്തെക്കുറിച്ച് സൂരജിന്റെ ഉത്തരവിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പ്രാദേശിക CPM നേതാവിന് ഇതിൽ പങ്കുണ്ടെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാനിപ്പോൾ സ്വകാര്യ വ്യക്തികൾ ആരായാലും ഏത് പാർട്ടിയുടെ ആളായാലും അതിന് കക്ഷി രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ല. ആ കാര്യം തെറ്റാണ്. അത് ഉൾപ്പെടെ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. കോട്ട സംഭവത്തെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്നും BJP നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. LDFന്റെ 2009 ഭരണകാലത്താണ് കോട്ട കയ്യേറ്റത്തിന് തുടക്കം കുറിച്ചതെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത് ആരോപിച്ചു. KM മാണിയുടെ സ്വാധീനമാണ് സജി സെബാസ്റ്റ്യന് അനുകൂലമായ വിധിയുണ്ടാവാൻ കാരണമെന്നും ഇതിൽ KM മാണിയുടെ പങ്കും അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സജി സെബാസ്റ്റ്യനും മറ്റു രണ്ടാൾക്കും അനുകൂലമായിട്ട് വിധി വരാൻ കാരണം KM മാണിയുടെ സ്വാധീനമാണ്. ഈ അഴിമതിയിൽ സംസ്ഥാനത്തെ ധനമന്ത്രിയായിട്ടുള്ള ശ്രീ KM മാണിക്കും കൂടി പങ്കുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. മൊത്തം നടന്നിട്ടുള്ള 2009 നികുതി സ്വീകരിച്ചത് തൊട്ട് ഇന്നുവരെ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ CBI അന്വേഷണം വേണം. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ സംഭവത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ദുരൂഹതയും നീക്കാൻ വേണ്ടിയിട്ടും KM മാണി അടക്കമുള്ള CPMന്റെ നേതാക്കന്മാരടക്കമുള്ള CPIയുടെ നേതാവ് അടക്കമുള്ള ആൾക്കാരുടെ പങ്ക് ഇതിൽ അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ട് CBIക്ക് ഈ കേസ് കൈമാറാൻ തയ്യാറാണ്. ഈ സംഭവത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരാൻ CBI അന്വേഷണം ആവശ്യമാണെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കാസർഗോഡ് കോട്ട സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM കോട്ടയിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. നിരവധി പേർ പങ്കെടുത്തു. നാടിന്റെ പൈതൃകമായ കാസർഗോഡ് കോട്ട സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കോട്ട സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയിലേക്ക് മാർച്ച് നടത്തി. അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ സസ്പെൻഷനിൽ കഴിയുന്ന മുൻ ലാൻഡ് റവന്യൂ കമ്മീഷണർ TO സൂരജിന്റെ ഒത്താശയിലാണ് കോട്ട വിറ്റ സംഭവം ഉണ്ടായത്.
മാർച്ച് CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മെമ്പർ TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭൂമി ഗവൺമെൻറ്റിൻ്റെ സ്വന്തമാണ്, കോട്ടയുടെ സ്വന്തമാണ്, പുരാവസ്തു വകുപ്പിൻ്റെതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ട്രൈബ്യൂണലിൻ്റെ അപ്പലറ്റ് ട്രൈബ്യൂണലും സബ് കോടതിയും ജില്ലാ കോടതിയും ഹൈക്കോടതിയും വിധി പ്രഖ്യാപിച്ച് വർഷം 15 പിന്നിട്ടു. ആ 15 വർഷക്കാലത്ത് മുമ്പുണ്ടായ വിധിയെ മറികടന്നുകൊണ്ടാണ് ഈ അഴിമതി വീരനായ സൂരജ് എന്ന് പറയുന്ന ലാൻഡ് റവന്യൂ കമ്മീഷണർ ഏതാനും സ്വകാര്യ വ്യക്തികൾക്ക് നികുതി അടക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുകയും ഭൂമി കൈമാറാൻ ആവശ്യമായ സംവിധാനം പൂർണ്ണമാക്കാൻ ശ്രമിക്കുന്നത്. ഈ ശ്രമത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ നാളെ തന്നെ ഇന്ന് തന്നെ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപനം നടത്തണം. ആവശ്യമായ പ്രൊട്ടക്ഷൻ ഈ ഭൂമി കൊടുക്കണം. ഒരു കാരണവശാലും ഈ ഭൂമിയിൽ നിന്ന് ഒരു തരി മണ്ണ് ഈ പറഞ്ഞ സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകലെന്ന് ഉറപ്പാക്കാൻ കേരള ഗവൺമെൻറ് ബാധ്യതയുണ്ടെന്നാണ് CPMൻ്റെ അഭിപ്രായം. സമരം ഇപ്പോൾ ഇതൊരു സൂചനാ സമരമാണ്. ഇനി അധികാരികളുമായി ഞങ്ങൾ ചർച്ച നടത്തും. അധികാരികളുടെ നിലപാട് എങ്ങനെയാണ്, അവരുടെ ഭാവി പ്രവർത്തനം എങ്ങനെയാണ് നോക്കിയിട്ടാണ് ഞങ്ങൾ സമരത്തിൻ്റെ രൂപവും ഭാവവും മാറ്റുക. P. ദാമോദരൻ അധ്യക്ഷനായി. AG നായർ, TMA കരീം, K. ഭാസ്കരൻ, ഹനീഫ് PAM, K. രവീന്ദ്രൻ, ഭുജംഗ ഷെട്ടി, M. സുമതി എന്നിവർ സംസാരിച്ചു. കാസർകോട്ട് സ്വകാര്യ ആസ്പത്രിയിൽ നഴ്സിനു നേരെ രോഗിയുടെ പരിചാരകന്റെ മർദ്ദനം. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കെയർവിൽ ഹോസ്പിറ്റലിലെ ഹെഡ് നഴ്സിനെ രോഗിയുടെ മകൻ ചാർട്ട് ബോർഡ് കൊണ്ട് അടിച്ചതായി പരാതി. നഴ്സായ P. ഹർഷരതക്കാണ് മർദ്ദനമേറ്റത്. രോഗിയായ അമ്മയെ അഡ്മിറ്റ് ചെയ്ത ശേഷം ബെല്ലടിച്ചിട്ട് നേഴ്സ് തിരിഞ്ഞു നോക്കിയില്ലത്രേ. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ കൃത്യത്തിന് മുതിർന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കായിരുന്നു സംഭവം. 2:20 സമയത്ത് ഞാനും വേറൊരു സ്റ്റാഫും 202 റൂമിലേക്ക് IV ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോയിരുന്നു. 202. ആ സമയത്ത് കൗണ്ടറിൽ ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വന്ന് കഴിയുമ്പോൾ വേറൊരു പേഷ്യൻറ്റ് 223 പേഷ്യൻറ്റ് ഡിസ്ചാർജ് സമ്മറി ചോദിച്ചപ്പോൾ സമ്മറി കൊടുത്തപ്പോൾ പേഷ്യൻ്റെ കയ്യിൽ IV ക്യാനിലുണ്ടായി. ആ ക്യാനിൽ ഊരാൻ വേണ്ടി മറ്റേ സ്റ്റാഫിനെ വിട്ടു. ഇതിലപ്പോഴത്തേനും വീൽ ചെയർ പറഞ്ഞു. വീൽ ചെയറിന് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഫോൺ എടുത്തത്. ആ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് 226 വൈസ് സ്റ്റാൻഡർ പറഞ്ഞ് 10 മിനിറ്റായി ഞങ്ങൾ ബെല്ലടിച്ചിട്ട് വന്നിട്ടില്ല. അങ്ങനെ പറയുന്ന കുറേ എന്തെല്ലാം ഇങ്ങനെ ചീത്ത വേർഡ് കുറേ ഉപയോഗിച്ചു. എൻ്റെ അച്ഛനമ്മേനെല്ലാം പറഞ്ഞ് ചീത്ത വിളിച്ചു കഴിഞ്ഞ് കൗണ്ടറിൻ്റെ മേലുണ്ടായ ചാക്ക് ബോർഡ് എടുത്ത് എൻ്റെ മുഖത്തേക്ക് അടിച്ചു. ഹർഷരതയെ ജോലിക്കിടയിൽ മർദ്ദിച്ച പ്രതികൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഫാർമസി ആൻഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU ആവശ്യപ്പെട്ടു. പാഠപുസ്തക വിതരണം നീളുന്നു. സൗജന്യ പാഠപുസ്തക വിതരണവുമായി SFI രംഗത്ത്. SFI കാസർഗോഡ് ഏരിയ കമ്മിറ്റിയാണ് പുസ്തകത്തിന്റെ പകർപ്പുകളുമായി സ്കൂളിലെത്തിയത്. സ്കൂൾ തുറന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാഠപുസ്തക വിതരണം അവതാളത്തിലായ നടപടി പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ സൗജന്യ പാഠപുസ്തക വിതരണം നടത്തി. വിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പാഠഭാഗങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്താണ് അതിന്റെ പകർപ്പുകൾ പുസ്തക രൂപത്തിലാക്കിയത്. അടുക്കത്ത് ബയലു സ്കൂളിൽ P. കരുണാകരൻ MP പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കാരണങ്ങൾ എന്ത് തന്നെയായാലും ഈ പ്രാവശ്യം പാഠപുസ്തകം വളരെ വൈകിട്ടാണ് അച്ചടിക്കാൻ നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ നേരത്തെ ലഭിക്കേണ്ട പാഠപുസ്തകം ആഗസ്റ്റ് മാസം ലഭിക്കേണ്ടത് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ചുറ്റുപാടിൽ കുട്ടികളുടെ ഭാവി പഠനവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഒട്ടേറെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അതിൽ SFI മുൻകൈയെടുത്തുകൊണ്ട് കുട്ടികൾക്ക് പാഠപുസ്തകം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. അവരെ ഈ സന്ദർഭത്തിൽ ഹാർദമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ U. രാമ അധ്യക്ഷനായി. ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ അനിത നായക്, ദയാനന്ദ ഷെട്ടി, AP നായക്, SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, വൈസ് പ്രസിഡന്റ് സുഭാഷ് പാടി, ബഷീർ കല്ലങ്കൈ, അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുമെന്ന് രജീഷ് വെള്ളാട്ട് പറഞ്ഞു. മഞ്ചേശ്വരത്ത് മരം കടപുഴകി വീണു. ഒഴിവായത് വൻ ദുരന്തം. മഞ്ചേശ്വരം KCBക്ക് സമീപത്തായിരുന്നു സംഭവം. പുലർച്ചെ 4 മണിക്കായിരുന്നു സംഭവം. അധികം ആൾത്തിരക്കില്ലാത്തതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. എന്നാൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി ജീവനക്കാരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെയാണ് മരം നീക്കിയത്. കളക്ടർ മരങ്ങൾ മുറിച്ചു മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്.
ഇനി പുണ്യം തേടി. സൗഹാർദ്ദം പങ്കുവച്ച് ഇഫ്താർ സംഗമം. തുമിനാട് അൽ ഫത്താഹ് പള്ളിയിലായിരുന്നു പരിപാടി. മഞ്ചേശ്വരം തുമിനാട് അൽഫത്ത പള്ളിയിൽ ഇഫ്താർ സംഗമത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. എല്ലാ വർഷവും റമസാനിൽ ഇവിടെ ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട്. റമസാനിലെ 30 ദിവസവും 100ഓളം പേർക്ക് നോമ്പു തുറക്കാനുള്ള സൗകര്യം ഒരുക്കുന്നു. ജമാഅത്ത് പ്രസിഡന്റ് ഉമർ, ഭാരവാഹികളായ മഹ്മൂദ്, അലി, ഹനീഫ, അബ്ദുല്ല, ബാപ്പൻ കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. നീർച്ചാൽ കുണ്ടിങ്കാന മഠം ശങ്കരനാരായണ ദേവസ്ഥാന നിധി സമർപ്പണം 5-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി നീർച്ചാൽ കുണ്ടികാന മഠം ശ്രീ ശങ്കരനാരായണ ദേവസ്ഥാനത്ത് നിധി സമർപ്പണം ജൂലൈ 5 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ദേലമ്പാടി ബാലകൃഷ്ണ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതിന്റെ ഭാഗമായി നിരവധി വിശേഷാൽ പൂജകൾ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുമ്പളി സീമയിലെ 4 മഠങ്ങളിൽ കുണ്ടികാന ശ്രീ ശങ്കരനാരായണ മഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശിഥിലമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് 2 കോടി രൂപ ചെലവിൽ നവീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യപടിയായി നിധി സംഗ്രഹണ പരിപാടിയുടെ ആദ്യപടിയായി മറ്റന്നാൾ 5-ാം തീയതി ഞായറാഴ്ച നിധി സമർപ്പണ പരിപാടി വെച്ചിട്ടുണ്ട്. വിശ്വനാഥ റൈ, രാമനാഥ ഷെട്ടി, ശ്യാമ ഭട്ട്, ഗോവിന്ദ ഭട്ട് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പെൻഷനേഴ്സ് യൂണിയന്റെ പ്രതിഷേധം. പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട്ട് പ്രകടനം നടന്നു. പ്രതിഷേധ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ ഘടനകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ നിയമിക്കണമെന്നുള്ളത് 2013 നമ്മുടെ ജില്ലയിൽ കാസർഗോഡ് വെച്ച് നടന്ന 21ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് നാം ആവശ്യപ്പെട്ടത്. അന്ന് നാം ആവശ്യപ്പെടുന്ന സമയത്ത് ഈ രാജ്യത്ത് ഒരു സർവീസ് സംഘടനകളോ ഒരു പ്രസ്ഥാനങ്ങളോ അത്തരം മുദ്രാവാക്യമായി മുന്നോട്ട് വന്നിരുന്നില്ല. ജില്ലാ പ്രസിഡന്റ് KCS നായർ അധ്യക്ഷനായി. PK മാധവൻ നായർ, VV ബാലകൃഷ്ണൻ, KN ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് PC പ്രസന്ന, K സുജാതൻ, KS മുരളി, കൃഷ്ണൻ കുട്ടമത്ത് തുടങ്ങിയവർ നേതൃത്വമേകി. കുട്ടി പോലീസിന് വേണ്ടിയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പരിശീലനത്തിന് തുടക്കമായി. നായന്മാർമല സ്കൂളിലാണ് പരിപാടി നടന്നുവരുന്നത്. റുബിക്സ് കമ്പ്യൂട്ടർ ട്രെയിനിംഗ് സെന്ററും TIHSS നായന്മാർമൂല SPC യൂണിറ്റും സംയുക്തമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന് വേണ്ടി നടത്തുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന് തുടക്കമായി. നായന്മാർമൂല സ്കൂൾ ഹെഡ്മിസ്ട്രസ് G ലത ട്രെയിനിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇല്യാസ് മാസ്റ്റർ, പ്രദീപ് മാസ്റ്റർ, റൂബിക്സ് MD, സയ്യിദ് സാവത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടോപ്പ് 20 ക്വസ്റ്റ്യൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഷാഫി മാസ്റ്ററാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. റൂബിക്സ് കമ്പ്യൂട്ടർ സെന്ററാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന 6 ലോറികൾ പിടിയിൽ. വെള്ളിയാഴ്ച പുലർച്ചെ വറുക്കടിയിൽ നിന്ന് DYSP TP രഞ്ജിത്തും സംഘവുമാണ് മണൽ ലോറികൾ പിടികൂടിയത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് KSTA രംഗത്ത്. ജൂലൈ 4-ന് DD ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കാസർഗോഡ് താലൂക്ക് വികസന സമിതി യോഗം ശനിയാഴ്ച നടക്കും. രാവിലെ 11 മണിക്ക് താലൂക്ക് ഓഫീസിലാണ് പരിപാടി. കാസർഗോഡ് നഗരസഭയിൽ നിന്ന് വിവിധ പെൻഷൻ പറ്റുന്നവർ രേഖകൾ ഹാജരാക്കേണ്ട അവസാന തീയതി ജൂലൈ 5-ആണ്. 5-ന് ശേഷവും സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ അനുവദിക്കുന്നില്ലെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. പെരിയയിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 8-ആണ് അവസാന തീയതി. സേവന നികുതിക്ക് ആനുപാതികമായി കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമരസമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വമേകിയാണ് ലോട്ടറി വിൽപ്പനക്കാർ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളതെന്ന് ഭാഗ്യക്കുറി സംരക്ഷണ സംസ്ഥാന കൺവീനർ MV ജയരാജൻ പറഞ്ഞു. ഓൺലൈൻ ലോട്ടറിക്ക് നിരോധനം ഏർപ്പെടുത്തിയത് അവകാശ സമരങ്ങളിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സേവന നികുതി ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് നേരിട്ടടക്കുകയോ സേവന നികുതിക്ക് ആവശ്യമായ തുക കമ്മീഷൻ വർദ്ധിപ്പിച്ച് നൽകുകയോ ചെയ്യുക.
ഒന്നിക്കൽ സേവന നികുതി ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് അടക്കണം, അല്ലെങ്കിൽ എത്ര തുക ലോട്ടറിക്ക് സേവന നികുതിയായി അടക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ടോ ആ പൈസക്ക് കണക്കായ പൈസ ഇങ്ങോട്ട് തരിക. രണ്ടായാലും ഒന്നുകിൽ കലത്തിൽ അല്ലെങ്കിൽ കഞ്ഞിക്കലത്തിൽ. ഇതാണ് നമുക്കൊറ്റ കാര്യമേ ഉള്ളൂ, സേവന നികുതി നമ്മൾ അടക്കേണ്ടതല്ല. ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് KM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ DV അമ്പാടി, VV രമേശൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, V രവി, സന്തോഷ് കാറ്റാടി, A ദാമോദരൻ, PV ഉണ്ണികൃഷ്ണൻ, V സുനിൽകുമാർ, P പ്രഭാകരൻ, MR ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സർമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് കോട്ട സംഭവം സമഗ്ര അന്വേഷണം വേണമെന്ന് CPM, CBI അന്വേഷിക്കണമെന്ന് BJP. കാസർഗോഡ് കോട്ട സംരക്ഷിക്കണമെന്ന് ആവശ്യം CPM കോട്ടയിലേക്ക് മാർച്ച് നടത്തി. പരിചരണം വൈകിയെന്ന് പരാതി. കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിനു നേരെ രോഗിയുടെ പരിചാരകന്റെ മർദ്ദനം. പാഠപുസ്തക വിതരണം നീളുന്നു. സൗജന്യ പാഠപുസ്തകവുമായി SFI. മഞ്ചേശ്വരത്ത് മരം കടപുഴകി വീണു. ഒഴിവായത് വൻ ദുരന്തം. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന ആക്ഷേപം. പെൻഷനേഴ്സ് യൂണിയൻ പ്രക്ഷോഭത്തിന്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.